ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനാണ് റിപ്പോർട്ടറൊപ്പം ചേരുന്നത്. വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം, പ്രചാരണ പരിപാടികളെല്ലാം പാലക്കാട് മുന്നോട്ട് കൊണ്ടുപോകണം. വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും ഇലക്ഷൻ പ്രഖ്യാപിച്ചത് 15-ാം തീയതിയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. UDF-നാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച 5 ദിവസമായിട്ടും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അതെന്തുവാട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർച്ചയുണ്ടാകണമെന്നാണ് മഹാഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കാൻ കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനത്തിനും ക്ഷേമ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ മനുഷ്യനെ ഒരുമിപ്പിക്കുന്നതിലും ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. സാധാരണ മോഡൽ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ മോഡലായിക്കൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പോകുന്നത്. ഒരു ബദൽ ഗവൺമെൻറ് എന്ന് പറയുന്നതും അത് കൃത്യമായിട്ട് ബദൽ നടപ്പിലാക്കിക്കൊണ്ടാണ് പോകുന്നത്. പാലക്കാട് ഇത്തവണ UDF-നും BJP-യും മാത്രം പോലെ ഒരു മാർക്സിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ ഉണ്ട്, ഒരു വിമത കൂട്ടായ്മ ഉണ്ട്. അവരെല്ലാം നേരിടുന്നു. പാർട്ടി അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പുണ്ടാവും. പല ആളുകളും പിന്നെ അധികാരത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കും. അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേടുകയും ഉജ്ജ്വലമായ വിജയം ഉണ്ടാക്കിയെടുക്കും. പാർട്ടി വിട്ടു പോയവർക്കൊക്കെ സംഭവിച്ചതൊക്കെ തന്നെ ആയിരിക്കും PKശിക്കും സംഭവിക്കുക എന്നുള്ളതിനാണ്. അത് ചില പാർട്ടിയിൽ നിന്നൊക്കെ കുറേ ആളുകൾ വിട്ടുപോകും. ആ വിട്ടുപോയ ആളുകൾക്കെല്ലാം എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുതന്നെയായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്ന എല്ലാവർക്കും. പാലക്കാട് മണ്ഡലത്തിലാണെങ്കിൽ അവിടെ രമേശ് പിഷാരെ പോലെ ഒരു ചലച്ചിത്ര താരത്തെയൊക്കെ ഇറക്കിക്കൊണ്ടാണ് UDF അവിടെ ആ മണ്ഡലം നിലനിർത്താനുള്ള ശ്രമം. ഏത് താരത്തെ ഇറക്കിയാലും പാലക്കാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. സതീശൻ പറയുന്ന പോലെ ഒരു വിസ്മയമൊന്നും എവിടെയും പാലക്കാട് തീർക്കാൻ ഇല്ല, അതൊന്നും കഴിയില്ല. അതൊക്കെ ജനങ്ങൾ നല്ലപോലെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്ഭുതകരമായ മാറ്റം ഈ പാലക്കാട് ജില്ലയിലടക്കം ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടാകും. ഇത്തവണ 12-ൽ 10 സീറ്റാണ് പാലക്കാട് ഉണ്ടായിരുന്നത്. ഇത്തവണ 12-ൽ 12 ഫുൾ മാർക്ക് നേടാൻ തന്നെയാണ് പാലക്കാട് LDF-ന്റെ ഒരു നീക്കം. പാലക്കാടിൽ 12-ൽ 12 സീറ്റും നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൂട്ടായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കൂടി ചേരുന്നുണ്ട്. ഒരു പെരുന്നാൾ ദിനത്തിലാണ് ഇവരെല്ലാം ഇവിടെ ചിറ്റൂരിൽ ഒരു പ്രചരണം നടത്തുന്നത്. ഒരു രീതിയിലുള്ള ക്ഷീണമല്ല, എല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പാലക്കാട് ജില്ലയിലെ LDF മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ 10 LDF ആയിരുന്നു. ഇത്തവണ അത് 12-ലേക്ക് കടക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പ് നീങ്ങുന്നത്. ഞങ്ങളത് നേടും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. വെല്ലുവിളികളുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ. ആ വെല്ലുവിളികൾക്ക് ഒരു മറുപടി ഉണ്ടാവും ഈ ഫലം തെരഞ്ഞെടുപ്പിൽ. വെല്ലുവിളി എന്ന് പറയുന്നത് പത്രക്കാർക്ക് തോന്നിയതാണ്. ഞങ്ങൾക്കൊരു വെല്ലുവിളി ഇതുവരെ തോന്നിയിട്ടില്ല. അതൊരു വെല്ലുവിളിയല്ല. വെല്ലുവിളിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ആരെങ്കിലും റോഡ് സൈഡിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്നതൊക്കെ ഞങ്ങൾക്ക് വെല്ലുവിളിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വെല്ലുവിളിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആത്മവിശ്വാസത്തിൽ ഭയങ്കര ആത്മവിശ്വാസമാണ്, ചെറിയ ആത്മവിശ്വാസമല്ല. ഇത് ഉബാറാക്കി. ഓക്കെ, താങ്ക് യു. അതിലും വലിയ ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ് പാലക്കാടുള്ളത്. കഴിഞ്ഞ തവണ 12-ൽ 10 ആണെങ്കിൽ ഇത്തവണ 12-ൽ 12 നേടി വലിയ വിജയം പാലക്കാട് ജില്ലയിൽ നേടുമെന്നുള്ളതാണ് രാധാകൃഷ്ണൻ MP അതുപോലെ തന്നെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയും വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.